അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഇറച്ചി വെച്ചാലോ. ഇന്ന് എങ്ങനെയാണ് നമുക്ക് തേങ്ങ പാലി ഇറച്ചി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കിന്ന് അതിൻ്റെ റെസിപ്പി ഒന്ന് കാണാം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ 1 കിലോ ഇറച്ചി മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇത് ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ ഇറച്ചിയെല്ലാം നല്ലോണം കഴുകി എടുത്തിട്ട് നമ്മൾ അതെല്ലാം കൂടെ മുളക് പുരട്ടി വെക്കുന്നുണ്ട്. മുളക് പുരട്ടി അതെല്ലാം കൂടെ മസാല പുരട്ടി ഇങ്ങനെ വെച്ചിട്ടൊരു ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ബാക്കി സാധനങ്ങളെല്ലാം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മസാല പിടിച്ചിരിക്കും. അപ്പം ബാക്കി നിങ്ങളെ ഞാൻ കാണിക്കും. അപ്പം അതിന് വേണ്ടിയ തേങ്ങ നമുക്ക് 1 തേങ്ങ ഉണ്ട്. അതിൻ്റെ നീര് കുറച്ച് നമുക്ക് വറക്കാനെടുക്കണം. അതിൻ്റെ ബാക്കി തിരുമ്മി നമുക്ക് തേങ്ങാപ്പാലെടുക്കാം. ഓക്കെ. അപ്പം നമ്മൾ തേങ്ങാമുറി ഞാൻ തിരുമ്മി ഇത്രയുണ്ട്. അത് നമ്മൾ ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് വെച്ചൊന്ന് അരയ്ക്കാം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ തണുപ്പായതുകൊണ്ട് നമുക്ക് ഈ കെറ്റിലിനകത്ത് ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഒഴിച്ചിട്ട് അരച്ചാലേ അത് ഇതാവത്തുള്ളൂ. അപ്പം മിക്സി ഒന്ന് ആക്കി നമുക്കിതൊന്ന് ഇപ്പം ഇത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇത് നമുക്ക് അരഞ്ഞോന്ന് നോക്കാം. നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിനകത്തോട്ട് ഇതിൻ്റെ പേസ്റ്റ് ഇതെടുക്കാം. തേങ്ങാപ്പാലെടുക്കാം. ആദ്യം നമുക്കൊരു ചെറിയൊരു അരിപ്പ എടുത്ത് വെച്ചിട്ട് 1-ാം പാല് നമുക്ക് എടുത്തങ്ങ് മാറ്റി വെക്കാം. അപ്പം ആദ്യം ഞാനൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ആദ്യം നമ്മൾ മുളക് പൊടിയെല്ലാം പുരട്ടി വെച്ചേക്കുമല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അധികം മുളക് പൊടിയൊന്നും വേണ്ട. നമുക്ക് വേണ്ട ഒരു സ്പൂണ് മുളക് പൊടി ഇടാം. പിന്നെ 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു ശകലം മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കത് എരിവ് വേണ്ടാത്തത് കൊണ്ട് ഇത്രയും കൂടെ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം. അപ്പം നമ്മുടെ മുളക് പൊടിയെല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ, കരിയാതിരിക്കട്ടെ. നമുക്കൊന്ന് മൂപ്പിച്ച് ഇങ്ങെടുക്കാം. അപ്പം മുളക് പൊടിയെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് വേറൊരു പാത്രം എടുത്ത് അടുപ്പയിലിട്ട് വെക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഇത് ഞാൻ ഇവിടുന്ന് ഇന്നലെ മേടിച്ചതാണ്. 400 രൂപയാണ് ഇതിൻ്റെ വില. കടായി എന്ന് പറയുന്നതുണ്ട്. ഇതിൻ്റെ ഇതുപോലും എടുത്ത് കളഞ്ഞിട്ടില്ല ഞാൻ. ഇപ്പം ഞാനൊരെണ്ണം പുതിയത് മേടിച്ചത് കണ്ട് നല്ല ഭംഗി കണ്ടുകൊണ്ട് മേടിച്ചത്. 400 രൂപ. നല്ല കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുത്ത് നമുക്ക് അടുപ്പയിലോട്ടൊന്ന് വെക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. 6 ചെറിയ ഉള്ളി, ചെറുതല്ല, ഒരുമാതിരി മീഡിയം ഉള്ളി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. 2 തണ്ട് കരിയാപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് 2-ാം പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് 1-ാം പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി അങ്ങോട്ട് ആദ്യം നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇറച്ചി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ആദ്യം നമുക്ക് ഒരു ശകലം, ഇത് ഞാൻ തവിടെണ്ണയായി മേടിച്ചേക്കുന്നത്, ഒരു ശകലം എണ്ണ ഒഴിക്കും. ഇവിടെ കുറച്ച് എണ്ണ ഇരിപ്പുണ്ട്. അപ്പം അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കും. അതുകൊണ്ട് ആ എണ്ണ ഞാൻ കുറച്ചേ ഒഴിച്ചുള്ളൂ. ഇത് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്ന എണ്ണയാണ്. അപ്പം അത് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിക്കും. അപ്പം നമുക്ക് ഇച്ചിരി കടുക് ആദ്യം ഒന്നിടാം. കടുക് ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി ജീരകം ഇടാം, പെരുംജീരകം. അത് കഴിഞ്ഞ് നമുക്ക് 1 തണ്ട് കരിയാപ്പില. ഇതൊന്ന് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് വെച്ചിട്ടില്ലായിരുന്നു. അത് നമുക്ക് അങ്ങോട്ട് എടുത്തു. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഉള്ളി എടുത്തിടണം.
അപ്പം നമുക്കിത് നല്ല പാത്രമാണ്, എനിക്ക് കണ്ട് നല്ല ഭംഗി കണ്ടുകൊണ്ട് ഞാൻ മേടിച്ചത്. നല്ല ഭംഗിയുണ്ട്, നല്ല ഇച്ചിരി കട്ടിയുണ്ട്. അപ്പം നമുക്ക് ഇനി നമ്മുടെ ഉള്ളി എടുത്ത് അതിനകത്തോട്ട് നമ്മുടെ ഉള്ളി ഇട്ട് നമുക്കൊന്ന് മൂക്കി. അപ്പം അതിന് വരെ നമുക്കൊരു ശകലം ഉപ്പിടാം. ഈ ഉള്ളി ഒന്ന് മൂക്കണം. നമുക്ക് ഇത്രയും ഉപ്പിടാം. നമ്മൾ ഉപ്പ് പുരട്ടിയ ഈ മസാല എല്ലാം കൂടെ പുരട്ടി ഇറച്ചിയെ വെച്ചേക്കുന്നത് കാരണം ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടത്. അപ്പം ഈ ഉള്ളി ഒന്ന് മൂക്കണം. ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വാടി ഒരുവിധം മൂത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു ചെറിയ ഒരു തക്കാളിക്കായും കൂടെ അരിഞ്ഞ് വെച്ച് അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് എന്നിട്ടൊന്ന് മൂപ്പിക്കും. നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് അധികം പുളി കൊള്ളത്തില്ല. നാട്ടിലൊന്നാണ് എനിക്കൊന്നും തക്കാളിക്ക് നമ്മൾ ചേർക്കത്തില്ല. ഇതിനിപ്പം ഞാനൊന്ന് ചേർക്കുന്നില്ല. ഇനി നമുക്ക് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടെ മൂപ്പിച്ച് വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് ഒന്നിട്ട് നമ്മുടെ മുളക് പൊടി മുളകുപൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൂടെ നമ്മൾ മൂപ്പിച്ചതെടുത്ത് ഇതിനകത്തോട്ടിട്ടു. ഇനി നമ്മൾ ഇറച്ചി ഇതേണ്ട പുരട്ടി എല്ലാം വെച്ചേക്കില്ലായിരുന്നു. ആ ഇറച്ചി നമുക്ക് ഇതിനകത്തോട്ടൊന്നുമില്ല. നമ്മൾ ആ ഇറച്ചി ഇതിനകത്തോട്ടിട്ട് ഇനി നമുക്കിത് ഒന്നെല്ലാം കൂടെ ഒന്ന് മസാലയിട്ട് നമുക്കിതൊന്ന് ഇളക്കി വെക്കാം. നല്ല പാത്രം, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടിത്. ബിരിയാണിയൊക്കെ വെക്കാം, നല്ല ഇച്ചിരി ബിരിയാണി ചെമ്പിൻ്റെ വെച്ച്. അപ്പം നമ്മളെ ഈ ഇറച്ചി നമുക്കൊരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ. അതുവരെ ഇത് നമുക്കൊന്ന് ഇതുപോലത്തെ ഇതിന് അടപ്പില്ല, അത് കാരണം ഞാൻ ഈ ഡിഷിൻ്റെ അടപ്പാണ്. അത് വെച്ച് നമുക്കൊന്ന് അടച്ചു വെക്കും. ചെറിയ തീ കിടന്നതൊന്ന് വേവട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ഇറച്ചി ഒന്ന് തുറന്നു പോകാം. നമ്മുടെ ഇറച്ചിയെല്ലാം നല്ല വെള്ളം ഞാൻ ഒട്ടും ചേർത്തിട്ടില്ല, ആ വെള്ളമേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് നമ്മുടെ രണ്ടാം പാലെടുത്ത് അതിനകത്തോട്ടൊന്ന് ഒഴിക്കും. ഞാൻ രണ്ടാം പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കും. അപ്പം രണ്ടാം പാലൊഴിച്ച് നമുക്ക് ഇതൊന്ന് ഇളക്കാം. നമ്മൾ രണ്ടാം പാലൊഴിച്ച് ഇളക്കി. ഇനി നമുക്ക് ഇതൊരു ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമുക്ക് ഇതുപോലുള്ളൊരു അടപ്പെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇറച്ചി ഒന്ന് നോക്കാം. ഇറച്ചിയെല്ലാം വെന്തോ? ഇറച്ചിയെല്ലാം വെന്തു, ഇച്ചിരി ചാറും ഒക്കെയുണ്ട്. വെള്ളം ഒന്ന് പറ്റിയിട്ട് നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് കുറുകുറാന്നായിട്ട് നമുക്ക് മസാല തേക്കും. നമുക്ക് ഉപ്പുണ്ടാവുന്നു നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. നമുക്കൊരു ശകലം കുരുമുളക് കൂടി ഇടാം. തുള്ളി കുരുമുളക് കൂടി, ഒരു ശകലം കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇറച്ചി വെന്തെന്ന് തോന്നും. ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കും.
തീ ഒന്ന് കുറച്ച് വെച്ച് അതൊന്ന് വേവണം. നമ്മുടെ ഇറച്ചിയെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ അങ്ങോട്ട്, അപ്പം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പം നമുക്ക് നമ്മുടെ ഒന്നാം പാലൊന്ന് ഇത്രയുണ്ട്, അത് നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. കുറച്ചൊഴിക്കാം നമുക്ക്. അപ്പം നമ്മുടെ ഒന്നാം പാലെല്ലാം നമ്മൾ ഒഴിച്ചു. അപ്പം നമുക്ക് ഇച്ചിരി ഗ്രേവിയൊക്കെ കിട്ടിയിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കരുത്. അപ്പം അങ്ങനെ നമ്മുടെ ഇറച്ചിയെല്ലാം നമ്മൾ വെന്തു. ഇനി നമ്മൾ ഇതൊന്ന് ചൂടാവുന്നിടം വരെ നിൽക്കും. അപ്പം നമ്മുടെ ഗ്യാസെല്ലാം ഞാൻ നിർത്തി. നമ്മുടെ കടായി ചിക്കനെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ കടായി ചിക്കന് ഇത് നല്ല പാത്രമാണ്, നല്ല അടിപൊളി പാത്രം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ലതാണ്. തേങ്ങാപ്പാല് ചേർത്ത് നല്ല ടേസ്റ്റ്. അപ്പോൾ എനിക്ക് എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഓക്കെ, ബൈ.